സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നന്മ തടയപ്പെട്ടവനാണ്. ദുനിയാവിൽ കുറെ ഉണ്ടാവുക എന്നുള്ളതല്ല ഒരാൾക്ക് അള്ളാഹുവിന്റെ നോട്ടമുണ്ട് എന്നതിന്റെ അടയാളം. ഈ റമദാൻ വരുമ്പോൾ അള്ളാഹുവിനോടൊരു ബന്ധം വേണം എന്ന ഉത്കടമായ ആഗ്രഹം ഇപ്പൊ തന്നെ ഉണ്ടാകണം. തലേന്ന് വിചാരിച്ചാൽ കഴിയൂല. തലേന്ന് വിചാരിച്ചാൽ ആ ബന്ധം ഉണ്ടാക്കാൻ കഴിയൂല. നേരത്തെ തന്നെ പ്ലാൻഡ് ആയിരിക്കണം. നല്ല പ്ലാൻഡ് ആയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബായാൽ ദുആ ചെയ്യും, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമദാൻ. പടച്ചോനെ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണം. ഈ 2 മാസം ബറക്കത്തിന്റെ മാസമാകണം. ബറക്കത്ത് നമ്മൾ പറഞ്ഞു. ഡ്രൈവർമാരാണെങ്കിൽ അവർക്ക് ഈ 2 മാസങ്ങളിൽ നല്ല ഓട്ടം കിട്ടണം. ഇവിടെ ഒരുപാട് ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ട്. നമ്മുടെ ഈ പരിപാടിക്ക് തന്നെ ഒരുപാട് ആളുകളെ കൂട്ടിക്കൊണ്ടുവരികയും അവരെത്തിച്ചു കൊടുക്കുകയും അതിനെത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇതിന്റെ ഒക്കെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്ന ഓട്ടോക്കാരുണ്ട്. അല്ലാഹു ബറക്കത്ത് ചെയ്യണം. എനിക്കറിയുന്ന ആൾക്കാരനെ റാഫിയൊക്കെ നമ്മളെ പള്ളിയിൽ എപ്പോഴും ഉണ്ടാകുന്ന ആൾ. അല്ലാഹു ബറക്കത്ത് ചെയ്യണം. അങ്ങനെ ആ ഓട്ടോയാണെങ്കിൽ ഡ്രൈവർമാരാണെങ്കിൽ ആ ജോലിയിൽ ബറക്കത്തുണ്ടായാൽ റമദാൻ മാസം കുറച്ച് ഓട്ടം ചുരുക്കല്ലോ. അതിനാണ് ദുആ. കച്ചവടക്കാരുണ്ടാകും, അവർക്ക് റജബിലും ശഅബാനിലും നല്ല കച്ചവടം കിട്ടിയാൽ റമദാനിൽ പിന്നെ 24 hours പണിയെടുക്കണ്ട. തറാവിന്റെ സമയത്തെങ്കിലും പീടെ പൂട്ടിയിടാ. ചിലര് പീടെ പൂട്ടൂല. റമദാനില് തറാവിന്റെ സമയത്തും പീടെ തുറന്നിട്ടിട്ട് കച്ചവടം ചെയ്താൽ പിന്നെ ഏത് കാലത്ത് അവർക്ക് ഒരു തറാവീഹ് നിസ്കരിക്കാൻ പറ്റുക? അപ്പൊ റജബിലും ശഅബാനിലും നല്ല ബറക്കത്തുണ്ട്. ഞാൻ കുറ്റപ്പെടുത്തല്ലോ, പീഡകാരുണ്ടോന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പറയുന്നത് ആ സമയത്ത് നമ്മൾ റമദാൻ അല്ലേ, കൊല്ലത്തിൽ ആകെ ജീവിതത്തിൽ ഒരു 40 വയസ്സായ ആൾക്ക് ഇനി 25 റമദാൻ കിട്ടുമോ? അല്ലാഹു അഅലം. ഈ 25 റമദാനിലെ അവസാനത്തെ റമദാനൊക്കെ ആവുമ്പോഴേക്ക് നോമ്പ് വിൽക്കാനും എണീക്കാനും ഉറക്കൊഴിക്കാനൊക്കെ കഴിയാതെ വരും. ഈ കഴിയുന്ന സമയത്തൊന്നും ആസ്വദിച്ച് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതിന് കഴിയൂല. അപ്പൊ റജബിലും ശഅബാനിലും നല്ല ബറക്കത്തുണ്ടാകാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അങ്ങനെ ബറക്കത്ത് കിട്ടിയാൽ റമദാനിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കുറച്ച് ഇൽമൊക്കെ കേൾക്കാൻ പറ്റും. പള്ളിയിൽ നമുക്ക് ഇഅ്തികാഫിരിക്കാൻ സമയമുണ്ടാകും. അല്ലെങ്കിൽ പിന്നെ ദുനിയാവ് ഇങ്ങനെ വെട്ടിപ്പിടിക്കുന്ന പണിയിലാണ്. അബ്ദുല്ലാഹ് ഇബ്നു ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിന്റെ റമദാനും റമദാൻ അല്ലാത്ത സമയവും ഒരുപോലെയാകാൻ പാടില്ല. റമദാനിലും റമദാൻ അല്ലാത്ത സമയങ്ങളിലും ഒരുപോലെയാണെങ്കിൽ നീ റമദാനിനെ ബഹുമാനിക്കാത്തവനാണെന്ന് സയ്യിദുനാ അബ്ദുല്ലാഹ് ഇബ്നു ജാബിർ റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തുന്നുണ്ട്. രണ്ടാമത് പറയുന്നത് കുൻ വഖാറം വസകീന. റമദാനായാൽ നീ കുറച്ച് ഗൗരവത്തോടുകൂടെ കാണണം അതിന്റെ സമയങ്ങൾ. സാധാരണ സമയങ്ങളല്ല. ഞാനിവിടെ ഏതാനും കാര്യങ്ങൾ 10-15ഓളം കാര്യങ്ങൾ റമദാനിന്റെ മുന്നോടിയായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഉണർത്തുന്നത്. അതിൽ ഒന്നാമത്തേത് റമദാനിനെ ആദരിക്കേണ്ടതാണ്. നുസ്ഹത്തുൽ മജാലിസ് എന്ന ഗ്രന്ഥത്തിൽ മഹാന്മാര് രേഖപ്പെടുത്തുന്നത് കാണാം. മജൂസിയായ തീയാരാധകനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാളതാ മരണപ്പെടുന്നു. ആ മരണപ്പെടുന്നതിന്റെ മുമ്പ് അദ്ദേഹത്തിന് ഒരു മകനുണ്ടായിരുന്നു. ആ മകനതാ റമദാനിന്റെ പകൽ സമയത്ത് മുഅ്മിനീങ്ങളുടെ ഇടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു.
ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ പിതാവായ തീയാരാധകനായ മജൂസിയായ ഈ മനുഷ്യൻ മുസ്ലിമീങ്ങളുടെ ഇടയിൽ നിന്ന് റമദാനിന്റെ പകൽ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോ സ്വന്തം മകനെ അടിക്കുന്നു. എന്താണടാ നീ ചെയ്യുന്നത്? ഇത് മുഅ്മിനീങ്ങളുടെ റമദാനല്ലേ, അവരെ മുന്നിൽ വെച്ച് ഭക്ഷണം കഴിക്കാൻ പാടുണ്ടോ? ഇത് കണ്ടപ്പോ ആ ശ്രമത്തിൽ നിന്ന് മകൻ അങ്ങ് ഒഴിവാവുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒഴിവായി അദ്ദേഹം ഒരല്പകാലം കഴിഞ്ഞപ്പോ മരണപ്പെടുന്നു. അന്നാട്ടിലെ ആലിമായ മനുഷ്യൻ ആ തീയാരാധകനെ സ്വപ്നം കാണുകയാണ്. അന്നഹു ദഖലൽ ജന്ന, അയാള് സ്വർഗത്തിൽ കടന്നതായിട്ടാണ് സ്വപ്നം കാണുന്നത്. അയാൾ സ്വർഗത്തിൽ കടന്നിട്ടുണ്ട് തീയാരാധകൻ. അപ്പൊ ഇയാള് ചോദിച്ചു, അൻത കുൻത മജൂസിയ, നീ തീയാരാധകനായിരുന്നില്ലേ? ഫകൈഫ ദഖൽതൽ ജന്ന, പിന്നെ നീ എങ്ങനെയാണ് സ്വർഗത്തിൽ കടന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, റമദാൻ മാസത്തെ ആദരിച്ചപ്പോൾ ഞാൻ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ സലാമത്താക്കി മരിക്കാനുള്ള ഭാഗ്യം തന്നതാണ്. റമദാൻ ആദരിക്കണം. നോമ്പ് വിൽക്കാത്ത മനുഷ്യന്മാർ ഇപ്പൊ ഉണ്ടാവില്ല, പണ്ടൊക്കെ ഉണ്ടാവില്ല. നോമ്പ് നോൽക്കാത്ത മനുഷ്യന്മാര് മുഅ്മിനീങ്ങളാണ്. എന്നിട്ട് റമദാൻ മാസം ഈ നോമ്പ് ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും. പെണ്ണുങ്ങളൊക്കെ ചിലപ്പോ നോമ്പ് ഉണ്ടാവില്ല. റമദാനിന്റെ പകൽ കടകളിൽ കയറിക്കൊണ്ട് പരസ്യമായി ഭക്ഷണം കഴിക്കുന്നത് റമദാനിനെ പുച്ഛിക്കലാണ്. പഴയ കാലത്തൊക്കെ വലിയ ഹയാഓടുകൂടി ഇവർക്ക് നോമ്പുണ്ടോ ഇല്ലേ എന്നുള്ളത് വീട്ടിലുള്ളവർക്ക് പോലും അറിയാൻ പറ്റൂല. നമ്മളെ കാലത്തൊന്നും യാതൊരു നിലക്കും ഇത് നോമ്പുള്ളവരാരൊക്കെ ഇല്ലാത്തവരാരൊക്കെ എന്ന് അറിയാൻ പറ്റൂല. ഇന്നിപ്പോ അവസ്ഥകളൊക്കെ മാറി. അത് റമദാനെ പരിഹസിക്കലാണ്, റമദാനിന്റെ ഗൗരവം ഉൾക്കൊള്ളാതിരിക്കലാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഞാൻ പറയുന്നു, റമദാനാണ് വരാൻ പോകുന്നത്. ആ നല്ല ബഹുമാനത്തിന്റെ ആദരവിന്റെ വിചാരമുണ്ടാകണം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, മാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല സിയാമ ശഹരിൻ ഖത്തു ഇല്ലാ റമദാൻ വമാ റഅയ്തുഹു ഫീ ശഹരിൻ അക്തറ സിയാമൻ മിൻഹു ഫീ ശഅബാൻ. റജബിലും ശഅബാനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പനുഷ്ഠിക്കും. കാന യസൂമു ശഅബാന കുല്ലഹു, ശഅബാൻ എല്ലാ ദിവസവും മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നോമ്പ് തന്നെയാണ്. എല്ലാ ശഅബാനിന്റെ എല്ലാ ദിവസങ്ങളിലും നോമ്പാണ്. നമ്മളെ തന്നെ പൂർവികരിൽ പലരെയും കാണാം, റജബിലെ 30 നോമ്പ് കഴിഞ്ഞാൽ ശഅബാനിലെ 30 നോമ്പും കഴിഞ്ഞ് റമദാനിലെ 30ഉം കഴിഞ്ഞ് പിന്നെ ശവ്വാലിലെ 6 നോമ്പ് നോറ്റ് 96 നോമ്പ് നോൽക്കുന്ന മഹത്തുക്കൾ നമ്മുടെ മുന്നേ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പല പ്രായമുള്ള സ്ത്രീകളും പല ആളുകളും 96 നോമ്പ് നോൽക്കുന്നവരുണ്ട്. അത് റമദാനിലേക്കുള്ള മുന്നൊരുക്കമാണെന്ന് മാത്രമല്ല, അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വഴിയാണ്. കാന സലഫു റഹിമഹുമുല്ലാഹ്, സലഫു സാലിഹീങ്ങളായ ആളുകൾ കാനൂ മുഈദ റമദാന യദ്ഊന അല്ലാഹ അൻ യതഖബ്ബലഹു മിൻഹും. റമദാൻ കഴിഞ്ഞാൽ പിന്നെ 6 മാസം സലഫു സാലിഹീങ്ങളുടെ ദുആ എന്താണ്? റബ്ബനാ തഖബ്ബൽ മിന്നാ. കഴിഞ്ഞ റമദാനിൽ എത്ര രാത്രികളാണ് നമ്മൾ ഉറക്കൊഴിച്ചത്, എത്ര അമലുകളാണ് നമ്മൾ അനുവർത്തിച്ചത്, എത്ര ഖുർആനോദി, എത്ര നിസ്കരിച്ചു, എത്ര തറാവീഹുകൾ നിസ്കരിച്ചു, അത് കബൂലായിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിന്റെ സ്വീകാര്യതയെ കുറിച്ച് നമുക്കറിയില്ല. നല്ല ഉഷാറാണ്, സൗണ്ട് ഉഷാറാ. നോക്കി ഒന്നും ചെയ്യല്ലേ? റമദാനിന്റെ മുമ്പ് റമദാൻ മാസത്തിൽ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. സൗണ്ട് പോകാൻ ഉഷാറാണ്. സൗണ്ട് ചിലപ്പോ കുറഞ്ഞാല് പിന്നെ അത് ബുദ്ധിമുട്ടാവും. ഒന്നും ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നോണ്ട് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ റമദാനിന്റെ
മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പനുഷ്ഠിക്കും. സലഫുസ് സാലിഹീങ്ങളായ ആളുകൾ റമദാൻ മാസം കഴിഞ്ഞാൽ പിന്നെ 6 മാസം പിന്നെ എല്ലാം ദുആയിലാണ്. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ എന്നുള്ള ദുആ ആണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചോനെ കബൂലാക്കണേ. ഫുദാലത്ത് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു അമല് സ്വീകരിച്ചിട്ടുണ്ട് എന്നറിയൽ ദുനിയാവ് മൊത്തം കിട്ടുന്നതിനേക്കാൾ എനിക്ക് സന്തോഷമാണ് എന്ന് ഫുദാലത്ത് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു. നമുക്കറിയാം ഒരു അമൽ അല്ലാഹു കബൂലാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല. എനിക്കറിയൂല, നമുക്കാർക്കും അറിയില്ല ഒരു അമൽ അല്ലാഹു കബൂലിയത്ത് എന്നുള്ളത് അല്ലാഹു അംറുൻ മഖ്ഫിയുൻ, അല്ലാഹു മറച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് കബൂലായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ ലക്ഷണങ്ങൾ കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ചില ലക്ഷണങ്ങൾ കണ്ടാൽ അത് കബൂലായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ലക്ഷണങ്ങൾ നോക്കിയിട്ട് നമുക്ക് പറയാം. അതിന്റെ ലക്ഷണങ്ങൾ ഇമാമുമാർ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും കഅബയുടെ നിർമ്മാണം നടത്തിയിട്ട് അവര് പറയുന്നത് റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ, ഞങ്ങളെ പണി നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന. അപ്പൊ ഒരു അമല് നമ്മൾ നിസ്കാരം കഴിഞ്ഞാലൊക്കെ ദുആക്കല്ലോ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചോനെ നീ കബൂലാക്കണേ എന്ന് അവിടെ ദുആ ചെയ്യും. റബ്ബനാ തഖബ്ബൽ മിന്നാ നമ്മൾ എപ്പോഴും ദുആക്കേണ്ട ഒരു ദുആ ആണ്. കബൂലിയത്താകണം ഏറ്റവും പ്രധാനം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കൂനു അശദ്ദ ഇഹ്തിമാമൻ ബിൽ ഖബൂലിയ, അമലുകൾ ചെയ്തു പോവാന്നല്ല. ഇപ്പൊ നമ്മളെ ഈ സദസ്സ് അല്ലാഹു കബൂലാക്കി കിട്ടിയാൽ ഇത് മതി. വലിയ പ്രതിഫലം കിട്ടാൻ ഇത് ചില്ലറ ഒരു സദസ്സാകൂല. അല്ലാഹുവിന്റെ കബൂലിയത്ത് ഉണ്ടാകണം. അതിന് നല്ല നിയ്യത്ത് വേണം. ഞാൻ അതിലേക്ക് വരാം. അപ്പൊ ഞാൻ ചുരുക്കി പറയട്ടെ, സലഫു സ്വാലിഹീങ്ങൾ റമദാൻ കഴിഞ്ഞാൽ പിന്നെ 6 മാസം ദ്വാരക്കുന്നത് എന്താണ്? റബ്ബേ, റമദാനിന്റെ രാത്രിയിൽ ഞാൻ ഉറക്കൊഴിച്ച് ഇബാദത്തെടുത്തു, അത് നീ കബൂലാക്കണം. തറാവീഹ് നിസ്കരിച്ചു, നീ കബൂലാക്കണം. സ്വതക്ക കൊടുത്തു, നീ കബൂലാക്കണം. ഒരുപാട് അവസരങ്ങൾ സ്വതക്ക കൊടുക്കാൻ വേണ്ടി നമുക്ക് കിട്ടുന്നതാണ്. പള്ളികളിൽ പാവപ്പെട്ടവര് വരുന്നു, പള്ളികളിൽ കമ്മിറ്റിക്കാരുടെ പിരിവുകൾ ഉണ്ടാകുന്നു. ഇത് അല്ലാഹു നമുക്ക് നൽകുന്ന സ്വതക്കയുടെ അവസരങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമദാൻ മാസമായാൽ മുഴുവൻ സമയവും സ്വതക്കകളിൽ ഏർപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അജ്വദായിരുന്നു. ഏറ്റവും കൂടുതൽ സ്വതക്ക കൊടുക്കുന്ന ദാനധർമ്മം ചെയ്യുന്നവരാണ്. അങ്ങനെ എത്രയെത്ര കർമ്മങ്ങളാണ് നമ്മൾ റമദാൻ മാസം ചെയ്യുന്നത്. അത് അല്ലാഹു കബൂലാക്കിയിട്ടില്ല എങ്കിൽ പിന്നെ ആ അമലുകൾ കൊണ്ട് എന്ത് ഫലമാണുള്ളത്? വെറുതെ നമ്മുടെ ഉറക്കൊഴിച്ചത് വെറുതെയായി എന്നല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ലല്ലോ. അതുകൊണ്ട് റമദാൻ മാസം കഴിഞ്ഞാൽ വിശ്വാസികളായ ആളുകൾ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ, റബ്ബേ റമദാനിൽ ഞങ്ങൾ ചെയ്തു പോയ ചെറിയ ചെറിയ അമലുകളുണ്ട്, വലിയ അമലുകളൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം റമദാനിന്റെ അവസാനത്തെ ദിനരാത്രങ്ങളായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുകയാണ്. എല്ലാ ദിവസങ്ങളും ഇഅ്തികാഫിലാണ്. ഭാര്യമാരെ സമീപിക്കാറില്ല. മക്കളോട് പ്രോത്സാഹനമാണ്. എല്ലാവരും ഇനി റമദാനിന്റെ അവസാനത്തെ 10 ഇനി ഇഅ്തികാഫിനെ വിനിയോഗിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കുടുംബത്തെ പ്രചോദിപ്പിക്കുന്നു. നമുക്കങ്ങനെ പറയാനുള്ള ഇബാദത്തുകളില്ല. ചെറിയ ചെറിയ ഇബാദത്തുകളാണെങ്കിലും ആ 6 മാസക്കാലം ആ ഇബാദത്ത് കബൂലാകാൻ വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യണം. പിന്നീടുള്ള 6 മാസം സലഫുസ് സാലിഹീങ്ങൾ ദുആ ചെയ്യുന്നത് അഥവാ റബീഉൽ ആഖിർ മാസം മുതൽ മഹാന്മാരായ പണ്ഡിതന്മാരുടെ ദുആ എന്താണ്? വബല്ലിഗ്നാ റമദാൻ
റമദാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ എന്ന ദുആ ആണ്. കാരണം റമദാൻ അല്ലാത്ത ഒരു മാസം നമ്മൾ ദുആ ചെയ്താൽ, ഇബാദത്ത് എടുത്താൽ, ആ ഇബാദത്തിന്റെ പ്രതിഫലം മാത്രമല്ലേ കിട്ടുകയുള്ളൂ. ഒരു ഫർളിന് 70 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന മാസത്തിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞാൽ അത് വലിയ ഭാഗ്യമല്ലേ. അതിനുവേണ്ടി മുന്നൊരുങ്ങുകയാണ് സലഫു സാലിഹീങ്ങൾ. നമ്മൾ ഒരുങ്ങും. എങ്ങനെ ഒരുങ്ങുക? നനച്ചുകുളി ഉണ്ടാവും വീടുകളിലൊക്കെ, നല്ല കാര്യം. റമദാന്റെ മുന്നോടിയായി വീടുകളൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി തുടച്ച് പൊടിയെല്ലാം തട്ടി നമ്മൾ നല്ല ഒരുങ്ങും, റമദാനൊരുങ്ങും. അങ്ങനെ ഒരുങ്ങാറുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മദീനയിലെ പള്ളികളെല്ലാം പെയിന്റ് അടിച്ച് വിളക്കുകൾ കത്തിച്ചു വെക്കും ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. فكان أول من أدخل إنارة المسجد وجمع الناس على صلاة التراويح. മസ്ജിദുൻ നബവിയും മസ്ജിദുൽ ഖുബാഉം മസ്ജിദുൽ ഖിബ്ലതൈനിയും മദീനയിലെ എല്ലാ പള്ളികളിലും വിളക്ക് കത്തിച്ചു വെക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് ജനങ്ങളോട് പറയുന്നു, ജനങ്ങളെ, നാളെ മുതൽ റമദാൻ തുടങ്ങാണ്, എല്ലാവരും പള്ളിയിൽ വേണം, പള്ളിയെ സജീവമാക്കണം എന്ന് റമദാൻ മാസം തുടങ്ങുന്നതിന്റെ മുമ്പ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ സ്വഹാബത്തിനോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ അതാ റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയായപ്പോൾ ഫഖറജ അലിയുൻ റളിയല്ലാഹു അൻഹു ഫീ അവ്വലി ലൈലത്തിൻ മിൻ റമദാന വൽ ഖനാദീലു തുജ്ഹർ വ കിതാബുല്ലാഹി യുത്ലാ ഫിൽ മസാജിദ്. ഒന്നാമത്തെ രാത്രി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് മഹത്തായ സംഭവം കാണുന്നത്. പള്ളികളെല്ലാം വിളക്കണിയിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയെന്നില്ലാതെ പകലെന്നില്ലാതെ ആളുകൾ ഇരുന്നു കൊണ്ട് ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു മനോഹരമാണ്! ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ സദസ്സിലേക്ക് കടന്നു വരുന്നത്, പള്ളിയിലേക്ക് കയറി വരുന്നത്. സംഭാവന കൊടുക്കണം ഇൻഷാ അല്ലാഹ്. നല്ല മജ്ലിസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും ഇതിന്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹു പൂർത്തീകരിച്ചു തരട്ടെ. വളരെ പ്രധാനപ്പെട്ട 8-10 കാര്യങ്ങൾ ഇപ്പം തന്നെ ശ്രദ്ധിച്ചാൽ റമദാന് നല്ല രസമുണ്ടാവും ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സാധാരണ റമദാൻ പോലെ ഈ റമദാൻ